നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടുത്ത ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് മാറ്റിവെക്കണം എന്ന പ്രഖ്യാപനം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരുന്നു. അതായത് പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് രാജ്യം ഒരുപക്ഷെ വന്നു ചേരാവുന്ന ഒരു പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്തരമൊരു ആഹ്വാനം പൊതുജനങ്ങൾക്ക് നൽകിയത്. കാരണം എണ്ണവില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യത്ത് ക്രൂഡ് ഓയിൽ ശേഖരത്തിൻ്റെ കുറവൊന്നുമില്ല. പശ്ചിമേഷ്യയിൽ നിന്ന് മാത്രമല്ല രാജ്യം ക്രൂഡ് ഓയിൽ വാങ്ങുന്നതും. റഷ്യയടക്കമുള്ള മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ ഇപ്പോൾ ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി അല്ലെങ്കിൽ ഇന്ത്യയിലെ എണ്ണ വിതരണത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല. പക്ഷേ എണ്ണ വില വർധനവ് അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര എണ്ണ വിപണിയിലേക്ക് എണ്ണ എത്തുന്നതിൽ വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യൻ എണ്ണയിലടക്കം വലിയ വില വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്താരാഷ്ട്ര വില ബാരലിന് 100ഉം 120ഉം ഒക്കെ കടന്നുപോയപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോടായി അങ്ങനെ ഒരു ആഹ്വാനം നടത്തിയത്. എണ്ണ വാങ്ങുക, എണ്ണ ഇറക്കുമതി നടത്തുക, അതോടൊപ്പം തന്നെ സ്വർണ്ണ ഇറക്കുമതി നടത്തുക. ഇതെല്ലാം നമ്മുടെ വിദേശ നാണ്യശേഖരം ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളാണ്. എണ്ണ ഇറക്കുമതി ചെയ്യാതിരിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ഈ വർദ്ധിക്കുന്ന ചെലവ് നേരിടാൻ തൽക്കാലത്തേക്കാണെങ്കിലും സ്വർണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വച്ചത്. നമ്മുടെ കറണ്ട് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണവ. അതുകൊണ്ട് തന്നെ സ്വർണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ, സ്വർണം വാങ്ങുന്നതിൽ നിന്നും ഒരു വർഷത്തേക്ക് മാറി നിൽക്കാൻ രാജ്യത്തെ പൗരന്മാരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. എന്നാൽ ഈ ആഹ്വാനത്തെ വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്ത് രാജ്യത്തിനകത്ത് വലിയ തെറ്റിദ്ധാരണകൾ പരത്താൻ പല ശക്തികൾക്കും കഴിഞ്ഞു. പ്രതിപക്ഷം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയെ വളച്ചൊടിച്ചത് നമ്മൾ കണ്ടു. അതൊരു പക്ഷേ രാഷ്ട്രീയമാണ്. പക്ഷേ പ്രധാനമന്ത്രി ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളും ചേർത്ത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഭീതി പരത്തുന്ന പല കാര്യങ്ങളും ഈ രീതിയിൽ പ്രചരിച്ചിരുന്നു. അതിലൊന്നാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ധാരാളം സ്വർണമുണ്ടെന്നും ഈ സ്വർണത്തിൻ്റെ കണക്കെടുപ്പ് കേന്ദ്ര സർക്കാർ നടത്തുകയാണ് എന്നും ഈ സ്വർണമെല്ലാം രാജ്യത്തിൻ്റെ സ്വർണത്തിൻ്റെ കരുതൽ ശേഖരത്തിലേക്ക് മുതൽ കൂട്ടുവാൻ പോവുകയാണെന്നും കേന്ദ്ര സർക്കാർ ഇത് പിടിച്ചെടുക്കാൻ പോവുകയാണ് എന്നുമൊക്കെയുള്ള വാർത്തകളും അതുപോലെ തന്നെ പ്രചരണങ്ങളുമാണ് നടന്നത്. എന്നാൽ ഇപ്പോൾ ഇത്തരം പ്രചരണങ്ങളെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അപ്പാടെ തള്ളുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ആ ഉദ്ദേശത്തിലല്ല. സ്വർണ്ണ ഇറക്കുമതി കുറയ്ക്കുക എന്ന വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൗരന്മാരോടായി സ്വർണം വാങ്ങുന്നത് ഒരു വർഷത്തേക്ക് മാറ്റിവെക്കണം എന്ന ആഹ്വാനം നടത്തിയത്. ക്ഷേത്രങ്ങളിലെ സ്വർണം പിടിച്ചെടുക്കേണ്ട കാര്യമില്ല. ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ട്രസ്റ്റുകളിലുമൊക്കെയായി സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം അതൊരു കാരണവശാലും കേന്ദ്ര സർക്കാർ പിടിച്ചെടുക്കാൻ പോകുന്നില്ല. അത് വാങ്ങി സൂക്ഷിക്കേണ്ട ആവശ്യവും രാജ്യത്തെ സർക്കാരിനില്ല എന്ന് വ്യക്തമായി പറയുകയാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുമായി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. ഇവയിലെല്ലാം ചെറുതും വലുതുമായ രീതിയിൽ സ്വർണ്ണ ശേഖരവുമുണ്ട്. ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ ആശ്രമങ്ങളിലും മറ്റ് ട്രസ്റ്റുകളിലുമെല്ലാം സ്വർണ്ണശേഖരമുണ്ടെങ്കിൽ അത് എത്രത്തോളം വരും, മൊത്തം സ്വർണ്ണശേഖരം എത്രയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഔദ്യോഗികമായി കണക്കുകളൊന്നുമില്ല. പക്ഷേ അനൗദ്യോഗികമായ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടുകൾ അനുസരിച്ച് 3000 മുതൽ 4000 ടൺ വരെയാണ് രാജ്യത്തെ ക്ഷേത്രങ്ങളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്വർണം എന്ന് പറയപ്പെടുന്നു. അതായത് നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ കയ്യിലുള്ള സ്വർണത്തിൻ്റെ കരുതൽ ശേഖരം, ഈ കരുതൽ ശേഖരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ രാജ്യങ്ങളുടെയും കറൻസി വിലയടക്കം നിശ്ചയിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം. മറ്റ് എല്ലാ രാജ്യങ്ങൾക്കും ഇത്തരത്തിലുള്ള സെൻട്രൽ ബാങ്കുകളും അതായത് കേന്ദ്ര ബാങ്കുകളും അവയിൽ സ്വർണ്ണ ശേഖരവും എല്ലാം ഉണ്ട്. ഈ സ്വർണ്ണ ശേഖരത്തിൻ്റെയും വിദേശ നാണ്യ ശേഖരത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അതാത് രാജ്യങ്ങളിലെ കറൻസികൾ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കിനും സ്വർണത്തിൻ്റെ കരുതൽ ശേഖരമുണ്ട്. ആ കരുതൽ ശേഖരം പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഏതാണ്ട് 880 ടണ്ണാണ്. ആ സമയത്ത് ക്ഷേത്രങ്ങളിൽ ഏതാണ്ട് 3000 മുതൽ 4000 ടൺ വരെ സ്വർണമുണ്ട് എന്ന് പറയുന്നത് വളരെ ഞെട്ടിക്കുന്ന വിവരമാണ്. അതായത് രാജ്യത്തിൻ്റെ കരുതൽ ശേഖരം, അതുപോലെ തന്നെ ഒട്ടനവധി രാജ്യങ്ങളുടെ കരുതൽ ശേഖരം, സ്വർണത്തിൻ്റെ കരുതൽ ശേഖരം, ഇതിനെല്ലാം ഉപരിയായിട്ടാണ് അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ വളരെ വലിയ സ്വർണ്ണ ശേഖരമാണ് ഇന്ത്യയിലെ വീടുകൾക്കുള്ളിലും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലും ഒക്കെ ഉള്ളത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നിരുന്നാലും ഈ സ്വർണ്ണ ശേഖരം
അതാത് ക്ഷേത്രങ്ങളിലെ സ്വർണ്ണശേഖരം അതാത് ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. അത് മറ്റാവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് രാജ്യത്തെ നിയമം. അതുകൊണ്ട് തന്നെ സർക്കാരുകൾക്ക് ഈ സ്വർണത്തിൽ കൈയിട്ട് വാരാൻ കഴിയില്ല. ആകെ കഴിയുന്നത് ഈ ഗുരുവായൂരിലും അതുപോലെ തന്നെ ശബരിമലയിലുമൊക്കെ നടന്ന സ്വർണ്ണ കൊള്ളകൾ പോലെയുള്ള സംഭവങ്ങളാണ്. അതാകട്ടെ പൊതുജനങ്ങൾ ഇപ്പോൾ മണത്തറിയുകയും ചെയ്യും, സ്വർണം കട്ടവനെ പിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിലുള്ള സ്വർണം സുരക്ഷിതമാണ് എന്നും ആ സ്വർണത്തിന്മേൽ അവകാശവാദം ഉന്നയിക്കാൻ സർക്കാരിന് സാധിക്കില്ലെന്നും അങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തേണ്ട ആവശ്യം ഇപ്പോൾ രാജ്യത്തില്ലെന്നും വ്യക്തമായി അറിയിക്കുകയാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ പ്രസ്താവനയെ വളച്ചൊടിച്ചുകൊണ്ട് ജനങ്ങളിൽ ഭീതി പരത്തുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തരുതെന്നും കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.